ക്രിസ്റ്റൽ ഡിഫെക്ട്സ്. എന്താണ് ക്രിസ്റ്റലിൻ്റെ ഡിഫെക്റ്റ്? അല്ല, നമുക്ക് മുമ്പിലുള്ള ആക്ച്വൽ ക്രിസ്റ്റൽ ആർ നെവർ പെർഫെക്റ്റ്. നമുക്കറിയാം, ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലാറ്റിസ് ഉണ്ട്. ആ ലാറ്റിസിലെല്ലാം ആറ്റംസ് അല്ലേ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്റ്റലുകൾ ഫോം ചെയ്യുമ്പോൾ ദർ വിൽ ബി മിസ്സിങ് ഓഫ് ആറ്റംസ് വിൽ ബി ദർ. ആറ്റംസ് ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കാം, ഇറഗുലാരിറ്റീസ് ഉണ്ടാവാം ഇൻ ദി സ്പേസിങ് ഓഫ് റോസ് ഓഫ് ആറ്റം ആൻഡ് പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. സോ ഇത്തരത്തിലുള്ള എല്ലാത്തിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റുകൾ എന്ന് പറയുക. അതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ അല്ലാതെ അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും, ദാറ്റ് ഈസ് ആറ്റം മിസ്സാവാം, അല്ലെങ്കിൽ ആറ്റം ഔട്ട് ഓഫ് പ്ലെയിൻ ആയി മാറാം, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. ഓക്കെ, സോ ഇതിനൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ടൈപ്പ് ക്രിസ്റ്റൽ ഡിഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വൺ ഈസ് പോയിന്റ് ഡിഫക്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിന്റ് ഡിഫക്റ്റ് ആണ്. ഇതിനെ സീറോ ഡയമെൻഷൻ ഡിഫക്റ്റ് എന്നും പറയും. കാരണം പോയിന്റ് അല്ലേ, പോയിന്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? നമ്മളൊരു പേപ്പറിൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഡയമെൻഷൻ എന്താണ്? 0 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് സീറോ ഡയമെൻഷൻ ഡിഫക്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഡിഫക്റ്റ് ഈസ് വേക്കൻസി. എന്താണ് വേക്കൻസി? ഇതാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്. നിങ്ങൾക്ക് കാണാം ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലേ. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇതാ ഇവിടെയുള്ളൊരു പോയിന്റ് മിസ്സിങ് ആയിട്ടുണ്ട്. ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു അയണ് മിസ്സായിട്ടുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് വേക്കൻസി. ഇതേ ഇവിടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഡിഫക്റ്റ് ഈസ് വേക്കൻസി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡർസ്റ്റീഷ്യൽ. ഇതാണ് ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ്. ഇവിടെ നോക്കൂ, ഒരാൾ ഇവിടെ എക്സ്ട്രാ വന്ന് കയറിയിട്ടുണ്ട്. സാധാരണ ഇവിടെ ലാറ്റിസ് പോയിന്റ് ഇല്ലാത്തതാണ് ഈ ഒരു റെഡ് ഇരിക്കുന്ന സ്ഥലത്ത് അല്ലേ. പക്ഷേ അവിടെ ഇൻഡർസ്റ്റീഷ്യലിൽ ഒരു എക്സ്ട്രാ ആറ്റോ അല്ലെ അയണ് കയറി കൂടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. സോ ഈ ഡിഫക്റ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? വേക്കൻസിയും ഇൻഡർസ്റ്റീഷ്യലും എങ്ങനെയാണ് ഫോം ചെയ്യുക? നമ്മൾ തെർമൽ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ക്രിയേറ്റഡ് ഇൻ ഓൾ ക്രിസ്റ്റൽസ് ആസ് എ റിസൾട്ട് ഓഫ് തെർമൽ എക്സൈറ്റേഷൻ ആൻഡ് ദെയർ നമ്പർ അക്കോർഡിംഗ്ലി ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഫക്റ്റുകളുടെ വേക്കൻസി, ഇൻഡർസ്റ്റീഷ്യൽ പോലുള്ള ഡിഫക്റ്റുകളുടെ എണ്ണവും കൂടും. ഇനി മറ്റൊരു ഡിഫക്റ്റാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി. നോക്കുക, ഇവിടെയുള്ള ലാറ്റിസ് പോയിന്റിലെല്ലാം ഉള്ളത് ഒരേ ടൈപ്പ് ആറ്റമാണ് അല്ലേ. ഇതൊക്കെ ഒരേ ടൈപ്പ് ആറ്റമാണ്. പക്ഷെ ഇവിടെ ഒരാൾ, കൂട്ടത്തിൽപ്പെടാത്ത ഒരാളിവിടെ വന്ന് കയറിയിട്ടുണ്ട്. സോ ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുക. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ലാറ്റിസ് പോയിന്റ് ഉണ്ടായിരുന്ന ഒരു ആറ്റം അല്ലെ അയണ് പോയി പകരം അവിടേക്ക് വേറൊരാൾ കടന്നു കയറി. ഓക്കെ, സോ ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി. സോ നോക്കുക, ബാക്കി എല്ലായിടത്തും ഒരേ ടൈപ്പ് ഓഫ് ആറ്റം ആണ് അല്ലേ. ആ ലാറ്റിസിലെല്ലാം ഒരേ ടൈപ്പ് ഓഫ് ആറ്റം ആണ്. അതിൻ്റെ ഇൻഡർസ്റ്റീഷ്യലിലേക്ക് ആരോ ഒന്ന് കയറി ഒരു എക്സ്ട്രാ ആറ്റം, വേറെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റം അല്ലെ അയണ് ചെന്ന് കയറി. ബാക്കിയെല്ലാം ഒരേ ടൈപ്പ് ഓഫ് ആറ്റം അല്ലെ അയണായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻഡർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി. ഒരു ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്തു? ആ ക്രിസ്റ്റലാറ്റിസിൻ്റെ ഇൻഡർസ്റ്റീഷ്യലിലോട്ട് കടന്നു കയറി. നെക്സ്റ്റ് വൺ ഇസ് ഫ്രങ്കൽ ഡിഫക്റ്റ്. സോ ഇതാണ് ഒരു ലാറ്റിസ്, ഒരു അയണിക് ക്രിസ്റ്റലാണുള്ളത്. ഓക്കെ, സോ അയണിക് ക്രിസ്റ്റലിൽ ഒരു അയണ് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന്, ഈ ഒരു ലാറ്റിസ് പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പുറത്തേക്കല്ല വന്നേക്കുന്നത്, ശരിക്കും ഇത് ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് മൊത്തം ക്രിസ്റ്റലാണ്. ഓക്കെ, ഇത് മൊത്തം ഒരു ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. That is, if the ion removed from the vacancy is placed in an interstitial position in the lattice. Next one, that is Schottky defect. ഇതൊരു അല്ലേ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അപ്പോൾ അതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഷോട്ട്കിയിൽ ഇത് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ സർഫസാണ്, എൻഡാണ്, ഇതുവരെ ഉള്ളൂ ക്രിസ്റ്റൽ. ഓക്കെ, സോ ഇവിടെ അയൺ എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് പുറത്തേക്ക് സോൾഡിൻ്റെ സർഫസിലേക്കാണ് വന്നേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ഇൻസ്റ്റഡ് ദി അയൺ റിമൂവ്ഡ് ഫ്രം ദി വേക്കൻസീസ് പ്ലേസ്ഡ് ഓൺ സർഫസ്. സർഫസിലുള്ളതാണ് ഷോട്ട്കി. ഓർക്കാൻ എളുപ്പമുണ്ട്, SS സർഫസ് ഷോട്ട്കി അല്ലേ. ഇനി ഫ്രങ്കലാണെങ്കിൽ ഇൻഡർസ്റ്റീഷ്യൽ പൊസിഷനിൽ തന്നെയായിരിക്കും ഫ്രങ്കൽ ഉണ്ടാവുക. സോ തമ്മിലുള്ള കൺഫ്യൂഷൻ മാറാനായിട്ട് ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഷോട്ട്കിയുടെ S സർഫസ്. ഓക്കെ, സർഫസിലാണ് ഈ വരുന്ന അയൺ പോയി നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് കളർ സെൻറ്റേഴ്സ്. കളർ സെൻറ്റേഴ്സിനെ നമ്മൾ എഫ് സെൻറ്ററുകൾ എന്നുകൂടി വിളിക്കാറുണ്ട്. എഫ് സെൻറ്റർ. So electron trapped in anion vacancies are called F centers.
ഇതിനെ എന്തുകൊണ്ടാണ് കളർ സെൻറ്റർ എന്ന് വിളിക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വേക്കൻസി ഉണ്ടാവുന്നതുകൊണ്ട്. ആനിയോണിൻ്റെ വേക്കൻസി ഉണ്ടാവുന്നത് കാരണം ആ ക്രിസ്റ്റലിന് കളറുകൾ കിട്ടാറുണ്ട്. ഓക്കെ, നമ്മൾ പറയാം എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ പറയാം. സോ അതുകൊണ്ട് ഇതിനെ കളർ സെൻറ്റർ എന്നുകൂടി പറയും. അപ്പോൾ നമുക്കൊരു NaCl ക്രിസ്റ്റൽ എടുക്കാം. അപ്പോൾ സോഡിയം പ്ലസ് അയണുകളുണ്ട്, Cl മൈനസ് അയണുകളുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ. സോ നമ്മൾ ഈ ഒരു NaCl ക്രിസ്റ്റലിലേക്ക്, അതായത് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ആ ഉപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് സോഡിയം വേപ്പർ, സോഡിയത്തിൻ്റെ ബാഷ്പം നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ സോഡിയം ബാഷ്പത്തിൽ എന്താ ഉള്ളത് അല്ലേ? സോഡിയം ആണ്. സോഡിയത്തിന് എന്തായി മാറാം? അയണൈസ് ചെയ്യപ്പെടാൻ പറ്റും അല്ലേ? ദാറ്റ് ഇസ് എന്തായി മാറും? Na+ ഇലക്ട്രോണുമായിട്ട് മാറും. ഓക്കെ, സോ Na വേപ്പർ ആയിരുന്നു, ഇത് അൺഅയണൈസ്ഡ് ആയിരുന്നു. അതെന്തായി മാറി? അയണൈസ് ചെയ്തിട്ട് എന്തൊക്കെയായി മാറി? Na+ ഇലക്ട്രോണുമായി മാറി. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ സർഫസിൽ Na+ ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. സോ ഇവിടെ ഈ ഒരു സൈഡിലുള്ള Cl- അല്ലേ, നെഗറ്റീവ് ചാർജുള്ള അയണാണ്. അത് ഇങ്ങോട്ട് വന്നിട്ട് Na+മായി ചേർന്നുകൊണ്ട് എന്തായി മാറും? NaCl ആയിട്ട് മാറും. സോ അവിടെ ഒരു വേക്കൻസി വന്നു, Clൻ്റെ അവിടെ ഒരു വേക്കൻസി വന്നു. ഈ Clൻ്റെ വേക്കൻസി എന്ത് ചെയ്യും? അവിടെ ഒരു ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ? സോ അത് സോൾവ് ചെയ്യാനായിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് വന്നിട്ട് ആ Clൻ്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെയൊരു സ്ട്രക്ചർ കിട്ടുക. ഇവിടെ ഒരു Cl- എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു പോയിട്ടുണ്ട്. പകരം അവിടെ ഒരു ഇലക്ട്രോൺ ട്രാപ്പായിട്ടുണ്ട്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഉള്ളിലൊരു ഇലക്ട്രോൺ ട്രാപ്പായിട്ടുണ്ട്. ഈ ട്രാപ്പ് ചെയ്തപ്പെട്ട ഇലക്ട്രോൺ ഒരു F സെൻറ്ററായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു സോൾഡാന്ന് പറഞ്ഞു, NaCl സോൾഡാന്ന് പറഞ്ഞു അല്ലേ? ഉപ്പിലേക്ക് നമ്മൾ കുറച്ച് പ്രകാശം കടത്തി വിടുകയാണ്, ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ധവളപ്രകാശം കടത്തിവിടുകയാണ്. സോ ഇതിലൂടെ അല്ലേ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന പ്രകാശം ഉണ്ടാവും. ഈ പ്രകാശം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറായിരിക്കും. കാരണം ഈ വൈറ്റ് ലൈറ്റിലുള്ള കുറച്ച് കമ്പോണൻറ്റുകൾ, കുറച്ച് വേവ് ലെങ്ത്തുകൾ ഈ പറയുന്ന F സെൻറ്റർ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, ലൈറ്റ് അബ്സോർബ് ചെയ്യും. F സെൻറ്ററുകൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുകയും ബാക്കി ഉള്ള പ്രകാശം എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ളൊരു പ്രകാശമായിരിക്കും നമുക്ക് കിട്ടുക. എപ്പോഴാണ്? NaCl ക്രിസ്റ്റലിൻ്റെ മുകളിലേക്ക് സോഡിയം വേപ്പർ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു യെല്ലോ കളറുള്ള ക്രിസ്റ്റലായിരിക്കും. ഓക്കെ, സോ ഈ യെല്ലോ കളർ ഉണ്ടാവാനുള്ള കാരണം F സെൻറ്ററാണ്. F സെൻറ്റർ എന്ത് ചെയ്യുന്നു? വൈറ്റ് ലൈറ്റിലുള്ള ചില കമ്പോണൻറ്റുകൾ, ചില വേവ് ലെങ്ത്തുകൾ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കളർ ഈ ക്രിസ്റ്റലിന് കിട്ടുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് കളർ സെൻറ്റേഴ്സ്. ഓക്കെ, നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇത് 2016 ചോദിച്ച ചോദ്യമാണ്. കളർ സെൻറ്റർ ഈസ് എ ലാറ്റിസ് ഡിഫക്റ്റ് വിച്ച്? ഓപ്ഷൻ എ emit visible light, ഓപ്ഷൻ ബി emit ultraviolet light, ഓപ്ഷൻ സി absorbs visible light, ഓപ്ഷൻ ഡി absorbs photon. ഏതാ ഉത്തരം? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ സി. അടുത്തൊരു ക്വസ്റ്റ്യൻ 2017 ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, കളർ സെൻറ്ററിനെ കുറിച്ച് തന്നെയാണ്. എ കളർ സെൻറ്റർ ഇൻ എ ക്രിസ്റ്റൽ ഈസ് എ ലാറ്റിസ് ഡിഫക്റ്റ് ദാറ്റ്? ഓപ്ഷൻ എ absorbs visible light, ഓപ്ഷൻ ബി emit visible light, ഓപ്ഷൻ സി absorbs infrared light ആൻഡ് ഓപ്ഷൻ ഡി scatters visible light. ഏതാ ഉത്തരം? ഉത്തരം കിട്ടി, ഓപ്ഷൻ എ. മറ്റൊരു ചോദ്യം 2017 ചോദിച്ച ചോദ്യമാണ്. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ കളർ സെൻറ്റർ ഈസ് എ ലാറ്റിസ് ഡിഫക്റ്റ് വിച്ച് എമിറ്റ് വിസിബിൾ ലൈറ്റ്, ഓപ്ഷൻ ബി കളർ സെൻറ്റർ ഈസ് എ ലാറ്റിസ് ഡിഫക്റ്റ് വിച്ച് അബ്സോർബ്സ് വിസിബിൾ ലൈറ്റ്. അല്ലേ, ഉത്തരം ബി ആണ്.